ലോകത്തെ മുഴുവൻ ചൊൽപ്പടിക്ക് നിർത്താൻ അമേരിക്കയ്ക്ക് കഴിയുന്നത് എങ്ങനെയാണ് എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആര് എന്ത് ചെയ്യണം ചെയ്യേണ്ട എന്ന് തീരുമാനിക്കാൻ അമേരിക്കയ്ക്ക് അവസരം നൽകിയത് ഇന്നത്തെ സാമ്പത്തിക മേഖലയെ ഭരിക്കുന്ന വജ്രായുധമാണ്. അതിന്റെ പേരാണ് പെട്രോ ഡോളർ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തിയായി അമേരിക്ക മാറിയതിന് പിന്നിൽ പല കാരണങ്ങളും ഉണ്ടാകാം. എന്നാൽ കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായി ലോക സാമ്പത്തിക രംഗത്ത് US ഡോളറിന്റെ അപ്രമാദിത്വം നിലനിർത്തുന്നതിലും അമേരിക്കയെ ഒരു ആഗോള സൂപ്പർ പവറാക്കി മാറ്റുന്നതിലും ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ച ഒരു രഹസ്യ ആയുധത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതാണ് പെട്രോ ഡോളർ സംവിധാനം. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വ്യാപാരം US ഡോളറിൽ മാത്രം നടത്തുക എന്ന ധാരണയെയാണ് പെട്രോ ഡോളർ എന്ന് വിളിക്കുന്നത്. ഏത് രാജ്യം എണ്ണ വാങ്ങണമെങ്കിലും വിൽക്കണമെങ്കിലും അത് ഡോളറിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന വ്യവസ്ഥ ഇതിലൂടെ ഉണ്ടായി. ഈ ഒരൊറ്റ സാമ്പത്തിക തന്ത്രമാണ് അമേരിക്കയ്ക്ക് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാനുള്ള പരമാധികാരം നൽകിയത്. ഈ കഥ അറിയണമെങ്കിൽ നമ്മൾ 1940കളിലേക്ക് പോകണം. 1944 ബ്രെട്ടൻ വുഡ്സ് കരാർ പ്രകാരം ലോക കറൻസികളുടെ മൂല്യം ഡോളറുമായും ഡോളറിന്റെ മൂല്യം സ്വർണവുമായി ബന്ധിപ്പിച്ചിരുന്നു. അതായത് ലോകത്ത് ആർക്ക് എത്ര ഡോളർ ഉണ്ടോ അതിന് തുല്യമായ സ്വർണം അമേരിക്ക തങ്ങളുടെ ഖജനാവിൽ സൂക്ഷിക്കണമെന്നായിരുന്നു അത്. എന്നാൽ 1960കളുടെ അവസാനത്തോടെ വിയറ്റ്നാം യുദ്ധം കാരണം അമേരിക്കയ്ക്ക് കടുത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടാവുകയാണ്. യുദ്ധച്ചെലവ് നേരിടാൻ അവർ വൻതോതിൽ ഡോളർ അച്ചടിച്ചിറക്കി. ഇതോടെ അമേരിക്കയുടെ പക്കൽ ഡോളറിന് തുല്യമായ സ്വർണമില്ലെന്ന് മറ്റ് ആഗോള രാജ്യങ്ങൾ മനസ്സിലാക്കി. പല രാജ്യങ്ങളും തങ്ങളുടെ പക്കലുള്ള ഡോളർ തിരികെ നൽകി പകരം സ്വർണം ആവശ്യപ്പെടാൻ തുടങ്ങിയതോടെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ വലിയൊരു പ്രതിസന്ധിയിലേക്ക് എത്തുകയാണ്. ഒടുവിൽ 1971 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ഡോളറിനെ സ്വർണവുമായി ബന്ധിപ്പിക്കുന്ന രീതി എന്നേക്കുമായി അവസാനിപ്പിച്ചു. ഇതോടെ ഡോളറിന്റെ മൂല്യം ഇടിയുകയും അമേരിക്കയുടെ ആഗോള സ്വാധീനം തകരുകയും ചെയ്യുമെന്ന അവസ്ഥയാണ് വന്നു ചേരുന്നത്. പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല നടന്നത്. ഈ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ അമേരിക്ക കണ്ടെത്തിയ അതിബുദ്ധിപരമായ തന്ത്രമായിരുന്നു എണ്ണ വിപണിയെ ഡോളറുമായി കൂട്ടിക്കെട്ടുക എന്നത്. സ്വർണത്തെ പോലെയല്ല ആധുനിക ലോകത്ത് എല്ലാ രാജ്യങ്ങൾക്കും വ്യവസായങ്ങൾ വളർത്താനും വാഹനങ്ങൾ ഓടിക്കാനും എണ്ണ അത്യാവശ്യമാണ് എന്ന തിരിച്ചറിവ് അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എണ്ണയെ ഡോളറിന്റെ അടിത്തറയാക്കാൻ അമേരിക്ക തീരുമാനിച്ചു. 1973 ഒപെക് എണ്ണ പ്രതിസന്ധിയെ തുടർന്ന് ലോകമെമ്പാടും ഇന്ധനവില കുതിച്ചുയർന്നു നിൽക്കുന്ന സമയത്താണ് അമേരിക്ക ഈ നീക്കം നടത്തുന്നത്. 1974 അമേരിക്കൻ പ്രസിഡന്റ് നിക്സണും അദ്ദേഹത്തിന്റെ വിദേശകാര്യ സെക്രട്ടറി ഹെൻറി കിസിഞ്ചറും ചേർന്ന് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദകരായ സൗദി അറേബ്യയുമായി ഒരു ചരിത്ര പ്രധാനമായ രഹസ്യ കരാറിലേക്ക് എത്തുകയാണ്. ഈ കരാർ പ്രകാരം അമേരിക്ക സൗദി അറേബ്യയ്ക്ക് 2 പ്രധാന ഉറപ്പുകളാണ് നൽകുന്നത്. സൗദി ഭരണകൂടത്തിനും അവിടുത്തെ എണ്ണപ്പാടങ്ങൾക്കും പൂർണ്ണമായ സൈനിക സുരക്ഷ ഉറപ്പാക്കുക എന്നതായിരുന്നു ഒന്നാമത്തേത്. ആധുനിക അമേരിക്കൻ ആയുധങ്ങളുടെ തടസ്സമില്ലാത്ത വിതരണം രണ്ടാമത്തതും. പകരം സൗദി അറേബ്യ അമേരിക്കയ്ക്ക് നൽകിയ വാഗ്ദാനം ഇതായിരുന്നു: സൗദി ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ ഡോളറിൽ മാത്രമേ വിൽക്കൂ. അതോടൊപ്പം എണ്ണ വിറ്റ് കിട്ടുന്ന ലാഭത്തിന്റെ വലിയൊരു പങ്ക് അമേരിക്കൻ ബാങ്കുകളിലും US ട്രഷറി ബോണ്ടുകളിലും നിക്ഷേപിക്കുകയും ചെയ്യും. ഒപെക് കൂട്ടായ്മയിലെ ഏറ്റവും സ്വാധീനമുള്ള സൗദി അറേബ്യ ഈ കരാർ അംഗീകരിച്ചതോടെ മറ്റ് അറബ് രാജ്യങ്ങളും ഇത് പിന്തുടരാൻ നിർബന്ധിതരായി മാറി. അങ്ങനെ 1975ഓടെ ലോകത്തെ എണ്ണ വ്യാപാരം മുഴുവൻ ഡോളറിലേക്ക് മാറുകയാണ്. ഇതിനെയാണ് ചരിത്രത്തിൽ പെട്രോ ഡോളർ റീസൈക്ലിംഗ് എന്ന് വിളിക്കുന്നത്. ഈ ഒരൊറ്റ സംവിധാനം അമേരിക്കയെ ആഗോള സാമ്പത്തിക രംഗത്തെ പോലീസുകാരനാക്കി മാറ്റി. ഇന്ത്യയോ ജപ്പാനോ യൂറോപ്യൻ രാജ്യങ്ങളോ എണ്ണ വാങ്ങണമെങ്കിൽ ആദ്യം അവർ തങ്ങളുടെ സ്വന്തം കറൻസി നൽകി അമേരിക്കയിൽ നിന്ന് ഡോളർ വാങ്ങണമെന്ന അവസ്ഥയിലേക്ക് എത്തി. ഇത് ലോകമെമ്പാടും US ഡോളറിന് സ്ഥിരവും ഭീമവുമായ ഒരു കൃത്രിമ ആവശ്യമാണ് സൃഷ്ടിച്ചത്. മറ്റ് രാജ്യങ്ങൾക്ക് കറൻസി അച്ചടിക്കാൻ സ്വന്തം സമ്പദ് വ്യവസ്ഥയുടെ പിൻബലം വേണമെങ്കിൽ അമേരിക്കയ്ക്ക് ഡോളർ അച്ചടിക്കാൻ പ്രത്യേക കാരണങ്ങൾ ആവശ്യമില്ലാത്ത അവസ്ഥ വന്നു. കാരണം അവർ എത്ര ഡോളർ അച്ചടിച്ചിറക്കിയാലും അത് വാങ്ങി സൂക്ഷിക്കാൻ ലോക രാജ്യങ്ങൾ എപ്പോഴും തയ്യാറായിരുന്നു. തങ്ങൾക്ക് വരുന്ന കടുത്ത കടങ്ങൾ വീട്ടാൻ അമേരിക്കയ്ക്ക് കൂടുതൽ ഡോളറുകൾ അച്ചടിച്ചാൽ മതിയാകുമെന്ന അവസ്ഥയും വന്നു. കൂടാതെ സൗദി ഉൾപ്പെടെയുള്ള എണ്ണ രാജ്യങ്ങൾ തങ്ങൾക്ക് കിട്ടുന്ന പെട്രോ ഡോളറുകൾ അമേരിക്കൻ ട്രഷറി ബോണ്ടുകൾ നിക്ഷേപിക്കാൻ തുടങ്ങിയതോടെ ലോകരാജ്യങ്ങളുടെ പണം കുറഞ്ഞ പലിശയ്ക്ക് അമേരിക്കൻ സർക്കാരിന് കടമായിട്ട് ലഭിക്കാനും തുടങ്ങി. ഈ പണം ഉപയോഗിച്ച് അമേരിക്ക തങ്ങളുടെ സൈന്യത്തെ നവീകരിക്കുകയും ലോകമെമ്പാടും സൈനിക താവളങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. അതായത് ലോകത്തിന്റെ പണം ഉപയോഗിച്ച് അമേരിക്ക തങ്ങളുടെ ആഗോള മേധാവിത്വം ഊട്ടി ഉറപ്പിച്ചു. ലോകത്തെ മുഴുവൻ ബാങ്കിംഗ് സംവിധാനവും ഡോളറിനെ അടിസ്ഥാനമാക്കിയതുകൊണ്ട്
തങ്ങളെ എതിർക്കുന്ന രാജ്യങ്ങളെ അന്താരാഷ്ട്ര വ്യാപാരത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ അമേരിക്കയ്ക്ക് വലിയൊരു ആയുധം കൂടിയാണ് ലഭിച്ചത്. സ്വിഫ്റ്റ് പോലുള്ള ആഗോള പണമിടപാട് ശൃംഖലകളിൽ നിന്ന് ഒരു രാജ്യത്തെ പുറത്താക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നത് ഈ പെട്രോ ഡോളർ നൽകിയ കരുത്തുകൊണ്ട് മാത്രമാണ്. പെട്രോ ഡോളർ സംവിധാനത്തെ തകർക്കാൻ ശ്രമിച്ച ആഗോള നേതാക്കൾക്ക് കടുത്ത തിരിച്ചടികൾ നേരിടേണ്ടിയും വന്നിട്ടുണ്ട്. ഇതാണ് ചരിത്രം. 2000-ൽ ഇറാഖ് പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ തങ്ങളുടെ എണ്ണ വ്യാപാരം ഡോളറിന് പകരം യൂറോയിലേക്ക് മാറ്റുമെന്ന് പ്രഖ്യാപിച്ചു. ഇതിനു പിന്നാലെയാണ് 2003-ൽ അമേരിക്ക ഇറാഖിനെ ആക്രമിച്ച് സദ്ദാം ഹുസൈനെ പുറത്താക്കിയതും പിന്നീട് ഇറാഖിലെ എണ്ണ വ്യാപാരം വീണ്ടും ഡോളറിലേക്ക് മാറ്റുന്നതും. സമാനമായ രീതിയിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ എണ്ണ വ്യാപാരത്തിനായി ഗോൾഡ് ദിനാർ എന്ന പൊതു കറൻസി കൊണ്ടുവരാൻ ശ്രമിച്ച ലിബിയൻ നേതാവ് മുഅമ്മർ ഗദ്ദാഫിയുടെ പതനത്തിന് പിന്നിലും ഈ പെട്രോ ഡോളർ രാഷ്ട്രീയം ഉണ്ടായിരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ചൈന, റഷ്യ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ ഡോളറിന് പകരമായി തങ്ങളുടെ സ്വന്തം കറൻസികളിൽ വ്യാപാരം നടത്താൻ താല്പര്യം കാണിക്കുന്നുണ്ട്. ബ്രിക്സ് കൂട്ടായ്മയുടെ വളർച്ചയും സൗദി അറേബ്യ ചൈനയ്ക്ക് യുവാൻ കറൻസിയിൽ എണ്ണ വിൽക്കാൻ തയ്യാറായതുമെല്ലാം പെട്രോ ഡോളറിന്റെ സുവർണ കാലഘട്ടത്തിന് മങ്ങലേൽക്കുന്നതിന്റെ സൂചനകൾ തന്നെയാണ് എന്ന കാര്യത്തിലും സംശയമില്ല. എങ്കിലും ഇന്നും ലോകത്തിലെ ഭൂരിഭാഗം വിദേശ നാണ്യ ശേഖരവും അന്താരാഷ്ട്ര വ്യാപാരങ്ങളും ഡോളറിൽ തന്നെയാണ് നടക്കുന്നത്. എണ്ണയുടെ കറുത്ത സ്വർണത്തെ ഡോളറിന്റെ പച്ചക്കടലാസുമായി കൂട്ടിക്കെട്ടിയ ആ 1974-ലെ തന്ത്രപരമായ നീക്കമാണ് അമേരിക്കയെ ഇന്നത്തെ സൂപ്പർ പവർ ആക്കി നിലനിർത്തുന്നത്. വരും ദിവസങ്ങളിൽ ആ സൂപ്പർ പവറിന് എന്തും സംഭവിച്ചേക്കാം.